ഒരു സമയത്ത് കേരളത്തിൽ എന്ത് നടക്കുന്നു, കേരളത്തിൽ ആരെന്ത് പറയുന്നു എന്നതിനെ കുറിച്ചൊന്നും ബോധഡ് അല്ലാതിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെയാണോ? എനിക്ക് ബേസിക് എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ദേഷ്യം വരാറുണ്ടോ? അല്ല, ഞാൻ ബേസിക്കലി മുഖത്ത് പറയുന്ന ഒരാളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയും. പക്ഷെ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്, മുഖത്ത് പറയണല്ല, പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് മലയാളമൊക്കെ വലിയ വലിയ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. ഇന്ന് രാവിലെ ഞാൻ ഒരു ഇന്റർവ്യൂ നോക്കിയപ്പോ പ്രതിസന്ധി, ഞാൻ പറഞ്ഞു ഈ പ്രതിസന്ധി, ഞാൻ വിചാരിച്ചു ശ്വേത പ്രതിസന്ധി എന്നുള്ള വാക്ക് എനിക്ക് അർഹത എന്നുള്ള അല്ലേ ഇന്റർവ്യൂല്. അതൊരു മലയാളിന്റെ അടുത്ത് എന്താ പറയാ, ഭർത്താവ് അങ്ങനെ എന്നെ ട്രെയിനിങ് ചെയ്യണ്ടേ. വള്ളത്തോളിന്റെ കുറച്ച് മോനല്ലേ, നന്നായിട്ട് മലയാളം അറിയാം. ആണോ? നമ്മളാണോ? അപ്പൊ പിന്നെ പഠിപ്പിച്ചു കൊടുക്കാമല്ലോ നന്നായിട്ട്. സംസാരിക്കില്ലേ, സംസാരിച്ചു തന്നെ ഫോഴ്സിങ് ഒന്നുമില്ല. ഞാൻ എപ്പോഴായിട്ടോ പറയും. പക്ഷെ ആൾക്കാർ പറയാറുണ്ട് കല്യാണം കഴിച്ചിട്ട് കുറച്ചും കൂടി മലയാളം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലാതെ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പറയുന്നത്. അപ്പോൾ അത് ബേസിക്കലി അച്ഛനമ്മേൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോൾ, ഞാൻ യൂഷ്വലി എയർഫോഴ്സിലുണ്ടാവുന്ന സമയത്ത് മലയാളം അടുത്തുനിന്ന് പോകില്ല. പിന്നെ അച്ഛനമ്മേനെ ഞാൻ തിരിച്ച് ഹിന്ദിയിലാണ്, ഇപ്പോഴും ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തെങ്ങും ഇല്ലാത്ത ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാലും നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു സ്വഭാവം കാണൂലേ? എന്താണ് ശ്വേതയിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവം? എനിക്ക് തോന്നി നോക്കുന്നു ശ്വേത തിരിച്ച് വീട്ടിൽ പോകണ്ടേ? എന്തായാലും തിരിച്ച് എന്താണ് ശ്വേതയിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവം? കോമൺ കംപ്ലൈൻറ്റ് എൻ്റെ പൊതുവെയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ സമയം. ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് കാലത്തും ഇറങ്ങില്ല. തനി പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എസ്കേപ്പ് ചെയ്യാണ്. അങ്ങനെ തനി പെണ്ണുങ്ങളൊന്നുമല്ല, നമ്മളൊക്കെ വളരെ പങ്ക്ച്വലായിട്ട് റെഡിയാവുന്ന ആൾക്കാരാ. എന്നെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ആണ് അച്ഛൻ, സ്വന്തം അച്ഛൻ എന്നോട് പറയും, എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ഇവൾക്ക് വ്യത്യാസം ഒന്നും കാണാമല്ലോ. അപ്പൊ എന്നോട് താൻ വഷളാക്കിന്ന് പറയാം. അങ്ങനെയാ പറയും. അതായത് അച്ഛന് ഭയങ്കര ഇതാണ്. അച്ഛൻ പ്രത്യേകിച്ച് പറയും, കുട്ടിയെ സമയത്തിന് മറ്റുള്ളവരുടെ സമയത്തിന് വില കൊടുക്കുമോയെന്ന് പറയും ഇപ്പോഴും. അതുതന്നെയാണ് എനിക്ക്, അതൊരു വലിയൊരു ഇതാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, നമ്മൾ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യും, മറ്റുള്ളവർ സമയത്തിന് എന്താ പറയുക, ഏറ്റവും വലിയൊരു റെസ്പെക്റ്റ്. അതെ, ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ എപ്പോഴും പറയും. അപ്പം എന്നോട് പറയും, നിങ്ങളിനി ദേഷ്യപ്പെട്ടാൽ ഞാൻ നിങ്ങളോട് മിണ്ടില്ല കുറച്ച് നേരത്തേക്ക് എന്ന് പറയും. അതാണ് ആദ്യം പ്രോമിസ് ചെയ്യും, നിങ്ങൾ എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യില്ല എന്ന്. അപ്പോൾ ആ പ്രോമിസ് പിന്നെ പാവം അതിൽ ഒന്നും പറയില്ല. ശ്രീവത്സന്റെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താ? ഓ ഗോഡ്, എത്ര ഈ ഒരു ബാച്ചുലറാണ് ഇപ്പോഴും. അല്ല, സത്യം പറയാം, ഒരു സാധനം ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല. ഇങ്ങനെ എന്താ പറയാ, ടവല് കുളിച്ചു കഴിഞ്ഞാൽ ഫുൾ വീട്ടിലുള്ള ആ ബിൽഡിങ്ങിന്റെ ആൾക്കാർക്ക് അറിയണം കുളിച്ച് വന്നിട്ടുണ്ട്. ആ ടവൽ ഇറങ്ങിയാലല്ലേ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. ആ തോർത്തുകൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ നടക്കണ്ട. നോക്കൂ, ആൾക്കാർ ചിരിക്കണം, നോക്കൂ, എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ പറയാം, ഏട്ടാ ഒന്ന് ഡ്രസ്സ് മാറി, ഈ ടവലിട്ടിട്ട് ഇങ്ങനെ വീട്ടിലെല്ലാ സ്ഥലത്തും സെക്സി ആയിട്ട് ഒരു രൺബീർ കപൂർ സൽമാൻ ഖാനായിട്ട് ഇങ്ങനെ നടക്കും. അത് മാത്രല്ല, അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതന്നെ ആ ടവലിട്ട് ചെയ്യും. പക്ഷെ ആ ടവലിട്ടിട്ട് ഇങ്ങനെ നടക്കും. ഞാൻ പറയും, ഏതെങ്കിലും ഒരു ദിവസം ആ ടവല് ഇറങ്ങി കഴിഞ്ഞാൽ ഉടുത്തിട്ട് ടവൽ ഇറങ്ങി കഴിഞ്ഞാലോ ടവൽ ഇറങ്ങി കഴിഞ്ഞാലോ അത് കേൾക്കൂ. പറയുമ്പോ നിങ്ങൾ അതിന്റെ മലയാളം കറക്റ്റ് ചെയ്യാനോ, ടവലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലോ, അല്ല ടവൽ ഇറങ്ങി വീണാലോ. മനസ്സിലായില്ല ചേച്ചി, നിങ്ങൾ എന്റെ മലയാളം കറക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോ നിങ്ങൾ എന്റെ പഞ്ച് ലൈൻ മറന്നുപോയി. ബ്രേക്കിംഗ് ന്യൂസ്. ശരിയാ, പൊതുവെ നമ്മളിപ്പോ നാട്ടിൽ ഞാനൊക്കെ നാട്ടില് ചോദിച്ചാൽ അപ്പൊ നമ്മള് കുളിക്കാൻ പോകുമ്പോൾ നമ്മള് ചെന്നൈയൊക്കെ തേച്ച് തോർത്തും കൊണ്ടെടുത്ത് കിണറിന്റെ അവിടേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് അച്ഛനൊക്കെ ചെയ്തിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പിന്നെ പ്രായമില്ല എനിക്ക്. ഇപ്പൊ അതൊക്കെ ധൈര്യം, എനിക്ക് അവള് അതറിയണ്ടേ, അവള് അച്ഛനാണ് തോർത്തും കൊണ്ടൊക്കെ എടുത്ത ഒരു സാധാരണക്കാരനാണെന്ന് അറിയണ്ടേ.
പക്ഷെ ഈ തോർത്തുമുണ്ട് കൊടുത്ത് ഇങ്ങനെ നടക്കുമ്പോ നാമം ജപിച്ച് നടക്കുന്ന ഒരു സ്വഭാവം കൂടെ ഉണ്ട്. അതുകൊണ്ടാ. നാരായണ നാരായണ നാരായണ. ഇല്ലല്ല അങ്ങനെയൊന്നുമില്ല. അയ്യേ, എന്താ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? നമ്മള് മസാജ് ചെയ്യണം, അപ്പൊ എൻജോയ് ചെയ്യാം. ഹലോ, എന്താണ് ഇത്? എവിടെ പോയി പെട്ടെന്ന്? വേറെ ഏതോ ലോകത്ത് കയറിപ്പോയല്ലോ. നല്ലോണം കളിക്കും അല്ലേ? അമ്മയുടെ പോലെ നോട്ടിയാണ്. അതെ അതെ അതെ, അമ്മയുടെ പോലെ ഇങ്ങനെ എന്ത് മനസ്സിൽ തോന്നുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ അല്ലേ? ശരിയല്ലേ ശ്രീവത്സൻ? അത് കുറച്ച് കൂടുതലല്ലേ? ചില സമയത്ത് ഞാൻ പറയാറുണ്ടത്, ഞാൻ പറയും നമ്മള് അല്ല ഞാൻ ഇങ്ങനെയാണ്, എന്നെ അക്സെപ്റ്റ് ചെയ്താൽ പറയും. ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചോണ്ടല്ലേ ആൾക്കാര് എന്നെ ഇഷ്ടപ്പെടുന്നത്. പറയൂ, മനസ്സ് തുറന്ന് സംസാരിക്കണ്ടെന്ന് പറയുന്നില്ല, അതൊക്കെ വേണം. അതായത് സിൻസിയർ ആയിരിക്കണം. പക്ഷെ ഞങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണം, അത് വേണം. ഭാര്യയും ഭർത്താവാണ്. പക്ഷെ എന്തറിയോ, നാട്ടുകാരോട് അവരുടെ മൂത്ത് നമ്മളെന്തറിയോ, പിന്നെ നിങ്ങളുടെ അടുത്ത് കളിക്കാണ് അവള്. എടാ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കളിക്കാം. ഒരാളായിട്ട് സംസാരിക്കുമ്പോഴേ നമ്മൾ ആ ഒരു എന്താ പറയുക രസങ്ങളും എന്താ പറയുക ചിലർക്ക് ഇഷ്ടപ്പെടുവോ ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട്. അത് പക്ഷെ അവക കൺട്രോളൊന്നും ഇല്ല, നേരിട്ട് പറയും. അച്ഛനും അങ്ങനെ തന്നെയാണ്. അത് പിന്നെ ഞാൻ ടിപ്പിക്കൽ അച്ഛനാണ്. ഇത് പാരമ്പര്യ രോഗമാണ്, ഫാമിലി രോഗമാണ്.